ഹലോ, ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സില്ലേ, അതായത് ചെറിയൊരു കോളറും അതുപോലെ സൈഡിലൊരു പോക്കറ്റും ഫ്രണ്ടിലൊരു സ്ലിറ്റൊക്കെ ആയിട്ടുള്ള ഒരു എയർലൈൻ ഡ്രസ്സ്. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞേക്കാം, ഞങ്ങൾ പ്രൊഫഷണലായിട്ട് പഠിച്ചവരല്ല, ഞങ്ങൾ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു വഴിയാണ് പറയുന്നത്. വീഡിയോ അവസാനം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ്. നിങ്ങൾ 2.5 മീറ്റർ എടുത്തോളൂ, കാരണം എനിക്ക് അവസാനം സെപ്പറേറ്റ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ലൈനിങ് ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ഈ തുണീൻ്റെ വീതി എന്ന് പറയുന്നത് 43 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ആ തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 മടക്കി ഇട്ടിട്ട് നമ്മുടെ നെക്കിൻ്റെ മറ്റ് മെഷർമെൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3.5 ഇഞ്ചാണ് നമ്മൾ നെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ നമ്മുടെ ഷോൾഡറായിട്ട് ഒരു 3 ഇഞ്ച്, അതായത് നെക്കിന് ശേഷം 3 ഇഞ്ച്, മൊത്തത്തിൽ ഒരു 6.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്കും ഷോൾഡറും. അതുപോലെ ആം ഹോൾ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ഞാൻ 6 ഇഞ്ചാണ് എടുക്കാറ്, പക്ഷേ ഇത് ഇത്തിരി ലൂസ് മോഡൽ ആയതുകൊണ്ട് ലൂസായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ ആം ഹോളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് മാറ്റാം കേട്ടോ. പിന്നെ ചെസ്റ്റ് അളവായിട്ട് നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്, അതായത് 9, 4-1 എന്ന് പറയുന്നത് 9 ആണ്. ആൻഡ് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമ്മൾ 11 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 9-ലും 11-ലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ട് കോർണറില്ലേ, ആ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ താഴേക്ക് എടുത്തത് 6.5 ആണല്ലോ, 6.5ൻ്റെ ഹാഫ്, അതായത് എത്രയാണ് 3.4 അടുത്ത് വരും. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോയിന്റും നമ്മൾ ആ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു മാർക്ക് ഉണ്ടല്ലോ അവിടത്തേക്കും കൂടി ആയിട്ട് ആം ഹോള് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഷേപ്പ് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 13 ഇഞ്ച്, മുകളിൽ നിന്നൊരു 13 ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ 4-1 എന്ന് പറയുന്നത് 7.5 ആണ്, അതായത് ടോട്ടൽ ഷേപ്പ് വരുന്നത് 30 ആണ്. 30ൻ്റെ 4-1 7.5 മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് ഒരു 2 ഇഞ്ചായിട്ട് നമ്മൾ എക്സ്ട്രാ സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഹിപ്പിൻ്റെ അവിടെയായിട്ട് 22 ഇഞ്ച് താഴേക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 37 ആയിരുന്നു ടോട്ടൽ അളവ്, അതിൻ്റെ 4-1 9.5 പ്ലസ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ അടുത്തേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എയർലൈൻ ഡ്രസ്സ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുറത്തുള്ള, അതായത് തയ്യൽ തുമ്പും കൂട്ടി നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതെല്ലാം കൂടി നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് താഴെ ഷേപ്പിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുക. അവിടുന്ന് നേരെ ഹിപ്പിൻ്റെ ആ ഒരു പോയിന്റിലേക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ആ ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഫാബ്രിക്കിൻ്റെ അറ്റം വരെയുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെയായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഷേപ്പില്ലേ, നമ്മൾ ഉള്ളിലത്തെ കറക്റ്റ് മെഷർമെൻറ്റ് അതിനെ നമ്മളൊന്ന് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. താഴെ ഒരു കർവ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു 3 ഇഞ്ചിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു സെൻറ്ററിലല്ല, കുറച്ച് ഇപ്പുറം വരെയായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും പറയാനറിയില്ല. അപ്പോൾ അത് നമ്മളങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ആം ഹോൾ വെട്ടിയെടുത്തു. പിന്നെ ആ പുറത്തുള്ള ലൈനിലൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് മാറ്റാം കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചെയ്യേണ്ടി വരുന്നത്, പക്ഷേ ആസ് എ ബിഗിനർ ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെയ്ത ഒരു മോഡൽ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അടിക്കാമല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വീഡിയോ അക്കൗണ്ട് ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽസ് ചെയ്യുന്നവരാണ്. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്. ഇനി നമുക്ക് നെക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഓൾറെഡി 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു ബോക്സ് ഫോം ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിളല്ല, കർവില്ലേ, ആ ഒരു കർവ് വരച്ച് റൗണ്ട് നെക്ക് പോലെ കിട്ടേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഈ ഒന്നിച്ചാണല്ലോ മടക്കിയിട്ടുള്ളത്, ഇതില്ലാത്ത നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ മാർക്ക് ചെയ്ത് വെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ 1/2 ഇഞ്ച് താഴേക്ക് കൊടുത്തിട്ട് അവിടെയും ചെറിയൊരു കർവ് പോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് ബാക്ക് നെക്ക് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒന്നിച്ച് തന്നെ വെച്ചിട്ട് 2 ഫാബ്രിക് ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാക്കിലെ നെക്ക് വെട്ടിക്കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നടുവിലത്തെ ആ ഒരു പീസില്ലേ, ഫ്രണ്ട് നെക്ക്, അതായത് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലല്ല വേണ്ടത്, രണ്ടും കൂടെ ഒന്നിച്ച് വെട്ടിക്കൊടുത്ത് ബാക്ക് വെട്ടിയതിന് ശേഷം ഒരു പീസ് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടണം. അപ്പോൾ ഒരു പീസ് മാറ്റി വെച്ചിട്ട് ബാക്കി വന്ന ആ ഒരു ഒറ്റ പീസിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് നെക്കും കൂടെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളെ നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ ക്യാൻവാസ് യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ കോളർ നെക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ ഒരു കോളർ പോലെ തോന്നും. പിന്നെ ആ ഫ്രണ്ട് പാർട്ട് നമ്മളിങ്ങനെ സെൻറ്ററിലൂടെ 2 പീസായിട്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ 2 പീസ് വെച്ചതുപോലെയാണല്ലോ, അതിൽ ബട്ടൺസൊക്കെ വെച്ച് ഏകദേശം ഒരു ഷർട്ട് മോഡൽ പോലെ ഉണ്ടാവും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിനെ നമ്മളിങ്ങനെ രണ്ടാക്കിയിട്ട് നടുവിലൂടെ തന്നെ ആയിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആം ഹോളിന് എത്ര ലെങ്ത് ഉണ്ട് എന്ന് നോക്കുക. ഓക്കെ, ആം ഹോളിൻ്റെ ആ ഒരു അളവ് നോക്കുക. ഞങ്ങൾക്ക് ഏകദേശം ഒരു 10 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം ഒരു 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിത്തൗട്ട് സീം അലവൻസ് 9 ഇഞ്ചാണ് വരിക. അപ്പോൾ തുണി എടുത്തിട്ട് രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തു സ്ലീവ്സിൻ്റെ. ഓക്കെ, ബാക്കി വന്ന ആ പീസിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഈ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക്, ഓക്കെ, താഴോട്ടേക്ക് നമ്മളൊരു 3 ഇഞ്ച് 3.5 ഇഞ്ച് എത്രയാണോ വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഞങ്ങളിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ച് എന്ത് ചെയ്തു, ആ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തു. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് സ്ലീവ് ചെയ്യുന്നത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സിംഗിൾ പീസ് ഫാബ്രിക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 2.5 മീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങളിത് കട്ടായിട്ട് ജോയിൻ ചെയ്തിട്ടായിരുന്നു സ്ലീവ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കറക്റ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കണേ. എന്നിട്ട് താഴെയുള്ള ആ ലൈനിൻ്റെ അകത്ത് നമ്മളൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിപ്പുറത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തേക്ക് മടക്കി വെച്ച ഭാഗം, ആ ഭാഗത്തേക്ക് ഒരു സൈഡായിട്ടൊരു ഇത് എന്താ പറയണ്ട, ഒരു ലൈന് വരച്ചു കൊടുത്തു. അപ്പോൾ അത് 10 സെൻറ്റിമീറ്ററാണ് വന്നത്. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് കൊടുത്തു. എന്നിട്ട് ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ആ സെൻറ്ററിലേക്ക് ആദ്യം ഇങ്ങനെ മേലേന്ന് പൊക്കി വരച്ചു കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ടേക്കാക്കിയിട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ 2.5 മീറ്റർ തുണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നല്ല രീതിക്ക് തന്നെ കിട്ടും. ഞങ്ങളിപ്പോൾ ഇവിടെ 2 പീസ് മുറിച്ച് 4 പീസ് എടുത്തിട്ട് അതിൽ ജോയിൻ ചെയ്യാണ് ചെയ്തത്. ആൻഡ് പേഴ്സണൽ യൂസിനാകുമ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് എല്ലാവരും ചെയ്യല്ലോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മേലേന്ന് വെച്ചിട്ട് താഴേക്ക് നമ്മളെ സ്ലീവ്സിൻ്റെ ലെങ്ത് ഉണ്ടാവുമല്ലോ, ആ ലെങ്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് വിത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 3/4 മേലെ മുട്ടിൻ്റെ വരെയുള്ള ആ ഒരു ലെങ്ത്താണ് എടുത്തത്. അപ്പോൾ ഒരു 15 കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതും 2 സൈഡിലായിട്ട് വെട്ടിക്കൊടുത്തു. അപ്പോൾ ഇത് ബാക്കി വന്ന പീസ് ആയതുകൊണ്ടാണ് ഇതൊരു ഷേപ്പില്ലാത്തത്. എന്നിട്ട് എന്താ നമ്മളെ ആ ഒരു താഴെ നമ്മളിപ്പോൾ 15 മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മളെ സ്ലീവ്സിൻ്റെ ഓപ്പണിങ്, അതായത് താഴെയുള്ള ഓപ്പണിങ് ഉണ്ടാവുമല്ലോ, അത് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. ഞങ്ങളൊരു 6 ഇഞ്ചിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് വിത്ത് തയ്യൽ തുമ്പാണ്. എന്നിട്ട് ആ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റും നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഇല്ലേ, ആ ഒരു പോയിൻറ്റും കൂടെ കൂട്ടിയിട്ട് വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് മൊത്തത്തിലായിട്ട് ആദ്യം ആ ഒരു റൗണ്ട് വരച്ചില്ലേ, കർവായിട്ട് മേലേയും താഴെയായിട്ട്, ആ ഒരു കർവിലൂടെ തുടങ്ങിയിട്ട് ഈ താഴേക്ക് വന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പ്ലസ് എന്നിട്ട് താഴെയുള്ള ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ആ ഒരു പോർഷൻ കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ആൻഡ് സ്ലീവ്സ് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാം, അതും വിഷയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നുകൊണ്ട് 2.5 മീറ്റർ തുണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ പീസ് തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യാണ്ട് സ്ലീവ്സ് കിട്ടും. ഞങ്ങൾ 2 മീറ്റർ എടുത്തത് കൊണ്ടാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഇത് 4 പീസാണ്, 4 സെപ്പറേറ്റ് പീസാണ്. ഓക്കെ, അപ്പോൾ സ്ലീവ്സ് വെട്ടി മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ട് നല്ല നീളത്തിലൊരു പീസ് വേണം. ഓക്കെ, നീളത്തിൽ 2 പീസ് വേണം, കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ പോലെ കൊടുക്കുന്നുണ്ട്, അതിനും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചും ഓക്കെ, മറ്റേതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചുമാണ്. ഓക്കെ, ആ തുണിയുടെ മൊത്തം വീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കാരണം മുകളിൽ നിന്ന് താഴെ വരെയും കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നീളത്തിലുള്ള സ്ട്രൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതെന്ത് ചെയ്തു, നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ മേലെയായിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല വശത്തേക്ക് നമ്മളെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, ഫ്രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചല്ലോ, അതിൽ ഈ റൈറ്റ് സൈഡിൽ വരുന്ന പോർഷനില്ലേ അതെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നല്ല വശത്തേക്ക് അത്യാവശ്യം വീതിയുള്ള ആ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക് എടുത്ത് വെച്ചു, അതായത് 3 ഇഞ്ച് വീതിയുള്ളത്. ഓക്കെ, എന്നിട്ട് നല്ല വശത്ത് വെച്ചിട്ട് അത് നല്ല രീതിക്കൊന്ന് കംപ്ലീറ്റ് മുകളിൽ നിന്ന് താഴെ വരെ ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഒക്കെ ബാക്ക് ചെയ്യുന്നില്ലേ, അതുപോലെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നുണ്ടായിരുന്നു എങ്ങനെ ഔട്ട്പുട്ട് വരും എന്നുള്ളത്. അങ്ങനെ ചെയ്ത് പോയി ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തൊരു വർക്ക് കൂടിയാണിത്. ആൻഡ് അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് മേലേന്ന് താഴെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് സൈഡിലേക്ക് പോയിട്ട് ഇതിനൊന്ന് ഒരു മടക്ക് മടക്കി രണ്ടാമത്തെ ഒരു മടക്കും കൂടെ മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മടക്ക് സിമ്പിളായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തത് അതിനെ കവച്ച് വെച്ച് മടക്കി കൊടുക്കണം. അതിന് മുന്നേ നമുക്കിത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ആ ലൈനിങ് ഇല്ലേ, ആ ഒരു നമ്മൾ എക്സ്ട്രാ വെച്ചത്, ആ വെച്ച പീസും നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇച്ചിരി പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അവിടെയിൽ, അത് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ, കാരണം ഇത് കോട്ടൺ ഫാബ്രിക് അല്ലല്ലോ, പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ട് കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മേലേന്ന് താഴെ വരെയായിട്ട് നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ മറിച്ചിട്ട് വിറക് വശത്ത് പോയിട്ട് ഇത് റോങ് സൈഡിൽ പോയിട്ട് ആദ്യം ഈ ഫാബ്രിക്കിന് ഒന്ന് നടുവിലോട്ട് മടക്കി കൊടുക്കുക, പ്ലസ് ഒന്നും കൂടെ മടക്കി കൊടുക്കുക. ആ ഒന്നുകൂടെ മടക്കുമ്പോൾ നമ്മളിപ്പോൾ ഇട്ട സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിന് കണക്കായിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ ആദ്യം വെട്ടി വെച്ച ഫാബ്രിക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് ഇല്ലേ ആദ്യം നടുവിലൂട്ട് മുട്ടി വെച്ചത്, അതിന് കറക്റ്റായിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ആ ഒരു വീതി എന്ന് പറയുന്നത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, എക്സ്ട്രാ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഇപ്പോൾ ബ്ലൗസും സാരി ബ്ലൗസും സ്കേർട്ട് പട്ടുപാവാട ബ്ലൗസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് മേലേന്ന് താഴെ വരെയും ഇങ്ങനെ 2 മടക്കാക്കി കൊടുക്കുക. അപ്പം എക്സ്ട്രാ ഒന്നും തന്നെ വരുന്നില്ലേ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ആ ഓപ്പോസിറ്റ് സൈഡ് ഒരു സൈഡ് കൂടെ ഇല്ലയോ, അതിൻ്റെ മുകളിൽ ആ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴെ വരെയായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇതും നമുക്ക് മടക്കി തയ്ക്കണം. നേരത്തെ തേച്ചതുപോലെയല്ല, ഇച്ചിരി എക്സ്ട്രാ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ആദ്യം ഒരു കുഞ്ഞ് മടക്കിയിട്ട് ആ ഒരു മടക്കിനെ നമ്മളിപ്പോൾ തയ്ച്ച സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ വരുന്ന രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ആ സ്റ്റിച്ചിൻ്റെ മേലെ സ്റ്റിച്ചിന് കണക്കായിട്ടല്ലേ മടക്കിയത്, ഇത് സ്റ്റിച്ചിന് കണക്കായിട്ട് മടക്കാതെ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് ആ ചെറിയൊരു മടക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. കണ്ടോ, ഈ ആദ്യം തയ്ച്ച സ്റ്റിച്ചില്ലേ അത് ഉള്ളോട്ട് പോയിട്ടുണ്ട്, എന്നാൽ ഇവിടെയാണെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഇഞ്ച് ഒഴികെ താഴോട്ടേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കിവിടെ ബട്ടൺസ് വെച്ച് ഓപ്പണിൻ്റെ ഇഷ്ടമല്ല. ബട്ടൺസ് വെക്കുന്നുണ്ടെന്നാണെങ്കിൽ അപ്പുറത്തെ പീസിൽ ഒന്നിൽ ബട്ടൺസും ഒന്നിൽ ബട്ടൺ ഹോളും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ബട്ടൺസ് വെക്കാണ്ട് ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യാറ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ താഴത്തെ ഓപ്പൺ ഇല്ലേ, അത് എവിടെ വരെയാണോ വേണ്ടതെന്നുള്ള ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് സ്റ്റിച്ചിങ് നിർത്തണേ, കംപ്ലീറ്റ് ചെയ്യേണ്ട. പിന്നെ മുകളിലത്തെ 4 ഇഞ്ച് എന്ന് പറയുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കണമെങ്കിൽ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. 4 ഇഞ്ചൊന്നും വേണ്ടി വരില്ല, സത്യം പറഞ്ഞാൽ 3 ഇഞ്ചോ 2.5 ഇഞ്ചോ വേണ്ടി വരും. നിങ്ങൾക്ക് വലിയ ലോങ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ലോങ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കും ഫ്രണ്ടും ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താക്കി നമ്മുടെ രണ്ടിൻ്റെയും നല്ല വശം, അതായത് ബാക്ക് സൈഡിൻ്റെ നല്ല വശത്തിലേക്ക് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഷോൾഡർ രണ്ടും കൂടെ പിടിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. വേറെ ടിപ്പൊന്നുമില്ല, ജസ്റ്റ് ലൈനിങ് ഒന്നും തന്നെ വെച്ചില്ലല്ലോ. അപ്പോൾ അത് രണ്ടിൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഷോൾഡറും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തായിരിക്കും ബെറ്റർ. അപ്പോൾ ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ നെക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ ചെറിയ നെക്കല്ല കൊടുത്തേ. ഇനി നമുക്ക് കോളർ വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ താഴത്തെ ആ ഒരു സ്റ്റിച്ചില്ലേ, ഓക്കെ, ആ സ്റ്റിച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു നെക്കില്ലേ, നെക്ക് ഒന്ന് അളന്നെടുക്കുക. അപ്പോൾ അളന്നെടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല. ഒരു 5-6 പ്രാവശ്യം നിങ്ങൾ അളന്ന് നോക്കിക്കോളൂ. കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം, കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലും കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയോ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ടാപ്പ് ചെരിച്ച് വെച്ചിട്ട് ആ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ, അതായത് ആദ്യത്തെ ആ സ്റ്റിച്ചിൻ്റെ പുറത്ത് നിന്ന് ഇപ്പുറത്തുള്ള ഈ ഒരു സ്റ്റിച്ചില്ലേ, ഓക്കെ, ഈ ഒരു സ്റ്റിച്ച് വരെ ആ 2 സ്റ്റിച്ചിന് നമ്മൾ ആ വെച്ചൊരു എക്സ്ട്രാ ബാൻഡ് വെച്ചില്ല, ആ 2 സ്റ്റിച്ചിനും കണക്കായിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അളന്ന് നോക്കുക. അതിങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ 2-3 പ്രാവശ്യം വെച്ച് അളന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കാരണം കോളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോ കിട്ടുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കോളർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുക്കുക. അപ്പോൾ ഈ പീസിൻ്റെ നമ്മളിങ്ങനെ 2 ആക്കി മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കിട്ടിയ അളവുണ്ടല്ലോ, ആ ഒരു അളവിനേക്കാൾ 2-2.5 ഇഞ്ച് കൂടുതൽ എടുത്തോളൂ. ആൻഡ് വീതി ഒരു 4 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് വീതിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കറക്റ്റ് മെഷർമെൻറ്റ് എത്ര കിട്ടിയെന്ന് എൻ്റെ അടുത്ത് മറന്നുപോയി. ഒരു 16.2 അങ്ങനെ മറ്റോ ആയിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ടാപ്പിലെടുത്തിട്ട് നേരെ ടാപ്പ് നടുവിലൂടെ മടക്കി കൊടുത്താൽ നമുക്കതിൻ്റെ കറക്റ്റ് പകുതി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ടാപ്പ് മടക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റിനേക്കാൾ ഒരു നമ്മൾ എത്രയാണോ കിട്ടിയത് അതിനേക്കാൾ ഒരു 2-2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഹാഫ് മാർക്ക് ചെയ്ത് അവിടുന്ന് നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കിട്ടിയൊരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഇവിടുന്ന് എടുത്തപ്പോൾ ഒരു 8.5 ആ ഒരു ലെവലിലായിരുന്നു കറക്റ്റ് നേരെ പകുതി കിട്ടിയത്. അപ്പോൾ ആ കിട്ടിയത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിന് കറക്റ്റ് അളവെടുക്കുക. നേരെ ടാപ്പ് നടുവിലൂടെ മടക്കി അതിൻ്റെ സെൻറ്റർ കിട്ടും. ആ ഒരു പോയിൻറ്റും കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 2 പോയിൻറ്റും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ കർവാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ കോളറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ്
നമ്മുടെ ആ ഒരു ലെങ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് അളക്കുന്ന സമയത്ത് കറക്റ്റ് ഇട്ട് ആ ഒരു മെഷർമെൻറ്റ് തന്നെ എടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോളർ എത്താണ്ടൊക്കെ ആയിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇത് വെട്ടിയെടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇച്ചിരി നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകുമല്ലോ, അത് കുറച്ച് ചെറിയൊരു തെറ്റല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നീളം കുറഞ്ഞു. താഴത്തെ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു, അതും ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് കറക്റ്റ് അളവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നു. ഓക്കെ, സ്ട്രെയിറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു താഴത്തെ സൈഡില്ലേ, അതായത് കോണ് പോലത്തെ സാധനമല്ലേ, അവിടുന്ന് ചെയ്ത് വന്നിട്ട് നമ്മൾ വീനക്കൊക്കെ ചെയ്യുന്ന പോലെ കട്ടാക്കാണ്ട് സൂചി അവിടെ വെച്ചിട്ട് ചിരിച്ചിട്ട് നീളം കൂടിയ സൈഡില്ലേ, നമ്മളിപ്പോൾ ഒന്നിന് നീളം കുറവും കൂടുതലായിരിക്കും, ആ കൂടിയ സൈഡിലേക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ആ കോണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴത്തെ വശം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് 3 സൈഡും നമ്മൾ കോളറിൻ്റെ 3 സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂലകളുണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ മറിച്ചിടേണ്ടത് കൊണ്ട് തന്നെ അവിടെയും ജസ്റ്റ് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ജോയിൻ്റ് ഇല്ല കോണിൽ വരുന്നത്, അതൊന്ന് വെട്ടിക്കൊടുത്തോളൂ കേട്ടോ, കാരണം നമുക്കിത് മടക്കി വെക്കുമ്പോൾ കറക്റ്റ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ പോയിൻ്റൊക്കെ ഇതൊന്ന് ഷാർപ്പായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് പുറത്ത് വരുന്ന രീതിയിലായി കൊടുക്കുക. അപ്പോൾ നമ്മൾ കോളർ ഏകദേശം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കോളർ മതി എന്നാണെങ്കിൽ ആ 4 ഇഞ്ചിന് പകരം കൊടുത്തോളൂ കേട്ടോ, നീളം കുറച്ചാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു അളവെടുത്ത ആ ഒരു സ്പേസ് ഇല്ലേ, അവിടെ തന്നെ ആയിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഈ ഒരു കോളറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് കാരണം നമ്മൾ ആ കറക്റ്റ് മെഷർമെൻ്റ് ആണ് എടുത്തതെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുക. യൂഷ്വലി ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുക, ഇത് ഞങ്ങളുടേതായ രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്ത് നോക്കിയതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വശത്താണല്ലോ ഇത് കോളർ അറ്റാച്ച് ചെയ്തത്, അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ട്രിപ്പ് എടുക്കുക ഇച്ചിരി നീളത്തിൽ. ആൻഡ് അത് നമുക്കിങ്ങനെ ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ വീതിയിലൊരു സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് വേണം അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല വശത്ത് ചെയ്തുകൊണ്ട് ആ സ്റ്റിച്ച് പുറത്തുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് പരീക്ഷണാടിസ്ഥാനത്തിലാണ്, കാരണം കോളർ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല, അതുപോലെ പോക്കറ്റ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകരിക്കല്ലോ എന്ന് വെച്ചിട്ടിരുന്നതാണ്. കോളർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലുള്ള സ്റ്റിച്ച് വന്നിട്ടുണ്ടാവുമല്ലോ, അതിനാണ് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനൊന്ന് നോർമലായിട്ട് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ സ്റ്റിച്ച് മുകളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് കോളറിനൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇപ്പം തയ്ച്ച സ്റ്റിച്ച് ഇതുണ്ടല്ലോ, ആ ഒരു പീസിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമായിരിക്കണം മേലെ ഉണ്ടാവുന്നത്. ഓക്കെ, ഓപ്പൺ സൈഡ് മേലെ ഉണ്ടാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിലായിട്ട് അത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിൻ ആക്കാൻ കുറച്ചധികം ടഫായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്, എന്തുകൊണ്ടാണെന്നറിയില്ല. കുറച്ചധികം ബുദ്ധിമുട്ടാണ് എനിക്ക് പറഞ്ഞ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും കേട്ടോ. വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ എക്സ്ട്രാ വന്ന നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടിക്കളയുക. അപ്പോൾ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ചെയ്തല്ലോ, അതിനുശേഷം ജസ്റ്റ് ഈ താഴെ വന്ന ഈ ഒരു എക്സ്ട്രാ വെച്ച പീസില്ലേ, അതിങ്ങനെ താഴോട്ടുണ്ടാവും, അതിന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. ഓക്കെ, പൊക്കി കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, അപ്പോൾ ഇതിങ്ങനെ കവറായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് പൊക്കിയിട്ട് നേരെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ വെച്ച ആ ഒരു സ്റ്റിച്ചില്ലേ അടിയിലുണ്ടായിരുന്നത്, കുറേ 3-4 സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചൊക്കെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ അതൊന്നും തന്നെ പുറത്ത് കാണില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു എക്സ്ട്രാ സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് തയ്ക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോയിട്ടുണ്ടാവും, ആ സ്റ്റിച്ചസ് ഒന്നും തന്നെ പുറത്ത് കാണുന്നില്ല, 2 സൈഡിൽ നിന്നാലും കാണാത്ത തരത്തിലായിട്ടുണ്ടാവേ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ കാര്യം നോക്കാം. സ്ലീവ്സിൻ്റെ അടിവശം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത്, 2 പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് സ്ലീവ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പം നിങ്ങളൊരു 2.5 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും.
ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഇല്ലേ, സെൻറ്റർ അതായത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ, അപ്പോൾ എനിക്കിവിടെ സെൻറ്റർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 2 പീസ് വെച്ച് തയ്ച്ചുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സെൻറ്ററും ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു സെൻറ്ററും ഇല്ലേ, രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ നമ്മുടെ മെഷീനിൽ എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ മറ്റേ സൈഡും കൂടെ തയ്ച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സ്ലീവ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 2 സ്ലീവ്സും ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സ്ലീവ്സിന് നമുക്കെല്ലാം കൂടെ ഒന്ന് കൂട്ടിയടിച്ചാൽ മതിയല്ലോ. ആൻഡ് അതുപോലെ തന്നെ ഞാനിതിൽ എക്സ്ട്രാ ഒരു പോക്കറ്റ് വെച്ചത് അവസാന നിമിഷം തീരുമാനിച്ചതാണ്. പോക്കറ്റിൻ്റെയും പ്രോപ്പർ വേ ഒന്നും അറിയില്ല, ഞങ്ങൾ ഒരു ഡ്രസ്സിൽ നമ്മൾ കാണുമ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവല്ലോ, അങ്ങനെ വെച്ചതാണ്. ഞാൻ എന്തായാലും ജസ്റ്റ് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 2 പീസ് ക്ലോത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ 2 പീസ് ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഒരേ സൈസിൽ 2 പീസ്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ബോഡി ഷേപ്പ് തയ്ച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഈ കോളർ എവിടെയാണ്, കോളറല്ല പോക്കറ്റ് എവിടെയാണോ വേണ്ടത് ആ ഒരു പോർഷനിൽ എത്തുമ്പോൾ നിർത്തുക. ഓക്കെ, അവിടെ വരെ ആക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ കോളറിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ നമ്മൾ കൈവെക്കാനുള്ളത്, ആ ഒരു പോയിന്റിന് ശേഷമുള്ളത് താഴോട്ടേക്കും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴോട്ടേക്ക് തയ്ച്ചു കൊടുക്കണമെന്നില്ല, അത് പിന്നെ തയ്ച്ചാലും മതി. ഞങ്ങൾ പക്ഷേ അത് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴോളം വരെ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോക്കറ്റ് ഞാൻ ഓൾറെഡി പറയാം പരീക്ഷണ അടിസ്ഥാനത്തിലാണ്, പക്ഷേ സംഭവം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് എന്താ 2 സൈഡും ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് 2 സൈഡിലും പോക്കറ്റ് വേണമെന്നാണെങ്കിൽ 2 സൈഡും അങ്ങനെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക. ഞങ്ങൾ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, മുകളിൽ നിന്ന് ഒന്നും കൂടെ നമ്മൾ സ്റ്റിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെച്ച സ്ക്വയർ പീസ് ഇല്ലേ, അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിവശത്തുള്ള ഫാബ്രിക് ഇല്ലേ, അതായത് അടിയിലുള്ള ഫാബ്രിക് ഇല്ലേ, ഇതിപ്പോൾ 2 പീസല്ലേ, അപ്പോൾ അടിയിലുള്ള ഫാബ്രിക്കിൻ്റെ മേലെ വരുന്ന രീതിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്തു. അപ്പോൾ എവിടെ വരെയാണ് തയ്ക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ വെക്കുന്ന ഓപ്പൺ ഇല്ലേ, എവിടെ വരെയാണോ നമുക്ക് കൈ കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഗ്യാപ്പിൻ്റെ അളവ് എടുത്തിട്ട് അവിടെ വരെയും തയ്ച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ ജസ്റ്റ് അപ്പുറത്തേക്കാക്കിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് വേറെ ഒരു പീസ് ഉണ്ടല്ലോ മേലെ വെക്കുന്നത്, അത് ആ മുകളിലത്തെ പീസുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സെയിം അതുപോലെ തന്നെ താഴെ എത്ര അളവിലാണോ കൊടുത്തത് ആ ഒരു അളവ് തന്നെ വരുന്ന രീതിയിൽ അത്രയും നീളത്തിൽ നമ്മൾ തയ്ച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പീസും ഈ 2 ഫാബ്രിക്കുമായിട്ട് സെറ്റായിട്ടുണ്ട്. ഒന്ന് താഴത്തേലായിട്ടും ഒന്ന് മേലത്തേലായിട്ടും. എന്നിട്ട് രണ്ടും കൂടെ ആ 2 വെച്ച പീസില്ലേ, ആ 2 പീസിനെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ്, അതായത് നമ്മൾ റെയിൻ ഡ്രോപ്പ് ഓപ്പണിംഗ് ഒക്കെ വരക്കുന്നില്ലേ, അതുപോലെ ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ആ ഒരു 2 പീസിനെ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ പോലത്തെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൽ രണ്ടും കൂടെ ഒന്ന് ആ എക്സ്ട്രാ വെച്ച 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ സൈഡിൽ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കാരണം പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അതും ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വന്ന പീസ് ഉണ്ടാവുമല്ലോ, ആ പീസ് നമ്മൾ അതേ ഷേപ്പിലായിട്ടൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് മറച്ചിട്ടപ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് സ്റ്റിച്ച് ഇല്ലാത്തതായിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അടിവശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കോട്ട് കോളർ പോലെയും അല്ലെങ്കിൽ നോർമൽ ഷർട്ട് കോളറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴെ മൊത്തത്തിൽ കൂട്ടി തയ്ച്ചല്ലോ ഓപ്പണിങ്, അത് വേണമെങ്കിൽ അവിടെ ബട്ടൺസൊക്കെ വെച്ചിട്ട് കുറച്ച് ഷോ ബട്ടൺസൊക്കെ തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. താഴത്തെ ഓപ്പണിങ്ങും വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ.